ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മധുരപലഹാരമാണ്. അപ്പോൾ അതിൽ ഡേറ്റ്സിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചത് കാരണം നല്ല വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട, ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് വരാം. സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കറുത്ത എള്ള് പിന്നെ ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചെറു ചൂടുള്ള വെള്ളം. അതുപോലെ തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത്. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കില്ലേ, ആ രീതിയിൽ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്കിന്നും കുരുവെല്ലാം മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് ഈന്തപ്പഴം തന്നെ വേണമെന്നില്ല, നമുക്കിത് നേന്ത്രപ്പഴത്തിലും അല്ലെങ്കിൽ ചക്കപ്പഴം ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കുരുവെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ മിക്സിക്കകത്ത് അരച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ ഫൈനായിട്ട് അരഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫില്ലിങ് കടിക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല പഴുത്തത് എടുക്കണം. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ശർക്കര വേണം. കരിപ്പട്ടി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള കുറച്ച് ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത്, കാരണം ഈന്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ശർക്കര ഇട്ട് നന്നായിട്ട് പാനിയാക്കി എടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കരിപ്പട്ടി ശർക്കര തന്നെ വേണമെന്നില്ല, സാധാരണ ശർക്കര എടുത്താലും മതി. എൻ്റെ കയ്യിലുള്ളത് കാരണം ഞാനത് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ഉടച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെക്കാൻ മറക്കരുത്, കാരണം കുറച്ച് ശർക്കരപ്പാനിയേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ആ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി കൈ അടക്കാതെ ഇളക്കി കൊടുക്കണം. ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ടുണ്ട്. നമുക്കിത് കൈയെടുക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫില്ലിങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് ഫില്ലിങ് പൊട്ടിപ്പോകും. ഈ ഒരു പാകം മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാൻ മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ എടുത്ത് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നത്. ഇനി ഇത് ചെറുതരം ബോളുകളാക്കി എടുക്കാം. പിന്നെ ഒരു ചപ്പാത്തി പലകയിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഒത്തിരി കട്ടി കൂടി പോകരുത്, ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. ഇതിലേക്ക് വെക്കുന്ന ഫില്ലിങ്സ് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ.
ഇനി ഇതിൻ്റെ 2 സൈഡും ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. നമ്മളൊരു പൊതിയൊക്കെ പൊതിഞ്ഞെടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ആ രീതിയിൽ തന്നെ മടക്കിയെടുത്താൽ മതി. ഈ 2 സൈഡിലേക്ക് ഇതേപോലെ തന്നെ മടക്കി ഉള്ളിലേക്ക് വെക്കണം. കാരണം ഫില്ലിംഗ് ഒട്ടും പുറത്ത് വരരുത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടായി ഇരിപ്പുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒത്തിരി എണ്ണ എടുക്കരുത്, പെട്ടെന്ന് തന്നെ ഫില്ലിങ് പൊട്ടി പുറത്തു വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ഈന്തപ്പഴം തന്നെ വേണമെന്നില്ല, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. നേന്ത്രപ്പഴത്തിലായാലും മതി. ഇതൊരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫില്ലിങ്സ് ഒന്നും ഒട്ടും പുറത്ത് പോയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ സ്നാക്സ് ഇരിക്കുന്നത്. ആ എള്ളൊക്കെ ഇട്ടേക്കുന്ന കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല ഫ്ലേവറാണ് കേട്ടോ. ആ ഏലക്കയും ഈന്തപ്പഴവും നെയ്യിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. സ്നാക്സ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.